മൊനാലിസ എന്ന സുന്ദരിയെ കാണുവാനില്ല. കുംഭമേളയിലാണ് സംഭവം. എവിടെയാണോ അവരിപ്പോൾ? ശരിയാണ്. കുംഭമേളയുടെ ഹൃദയം കവർന്ന, കുംഭമേളയ്ക്കെത്തിയവരുടെ ഹൃദയം കവർന്ന, ലോകമെങ്ങുമുള്ള സോഷ്യൽ മീഡിയ പ്രേക്ഷകരെ അവരുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു മധ്യപ്രദേശുകാരിയായ പെൺകുട്ടിയാണ് മൊണാലിസ. മുഴുവൻ പേര് മൊണാലിസ ബോൺസലെ. ഒരു സച്ചിൻ ഗുപ്ത എന്നൊരാൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ വൈറലായി. അത് ഈ മൊണാലിസയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. 2 വിദേശികളോട് സംസാരിക്കുന്ന വെള്ളാരം കണ്ണുകളുള്ള, നിഷ്കളങ്കമായ പുഞ്ചിരിയോടുകൂടി മനോഹരമായ വെള്ളാരം കണ്ണുകളുള്ള ഈ കൊച്ചു സുന്ദരി, ഈ ചെറുപ്പക്കാരി കവർന്നത് 15 മില്യൺ പ്രേക്ഷകരുടെ ഹൃദയമാണ്. വലിയ തോതിൽ ലൈക്കും കമൻറ്റും കിട്ടി. ഈ വിദേശികളോട് സംസാരിക്കുന്ന ദൃശ്യത്തിന് വലിയ ജനപ്രീതിയാണ് ലഭിച്ചത്. അത് വലിയ തോതിൽ വൈറലാകുകയും ചെയ്തു. ഈ കുട്ടി, ഈ ചെറുപ്പക്കാരി വാസ്തവത്തിൽ ഈ മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന സ്ഥലത്തുള്ള മഹേശ്വർ എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ്. ഒരു നാടോടി പെൺകുട്ടിയാണ്. അറിയാമല്ലോ, അവർക്ക് അങ്ങനെ സ്വന്തമായിട്ട് വീടോ ഭൂമിയോ കൃഷിസ്ഥലമോ ഒന്നും ഉണ്ടാകില്ല. അവരിങ്ങനെ ഓരോ സ്ഥലത്തും മാറി മാറി യാത്ര ചെയ്ത് അവരുടെ കൈവശമുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ മൊണാലിസയുടെ കുടുംബവും അങ്ങനെയാണ്. പക്ഷേ അവർക്ക് ഇൻഡോറിൽ ആണ് അവരുടെ വേരുകൾ. ഈ മഹേശ്വർ ഗ്രാമത്തിലാണ് അവരുടെ വേരുകൾ. അവിടെയാണ് അവർ തമ്പടിക്കുന്നത് സാധാരണ. അപ്പോൾ അവിടെ നിന്നും ഈ കുംഭമേളയിൽ നല്ല മാലകൾ വിൽക്കാൻ വേണ്ടിയിട്ട്, മാലകളും ഈ ക്രാഫ്റ്റുകളും പല നിർമ്മിതികളും വിൽക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിലും മറ്റും ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ, ചെറിയ രൂപങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അലങ്കാര വസ്തുക്കളുണ്ടല്ലോ, അതൊക്കെ വിൽക്കാൻ വേണ്ടി വന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ സുന്ദരിയായ പെൺകുട്ടി. അപ്പോൾ അവളുടെ ഈ ദൃശ്യം, ഈ വളരെ, കാരണം ഐശ്വര്യ റായിയുടേതുപോലുള്ള കണ്ണുകൾ എന്നാണ് ആരാധകർ അവളുടെ കണ്ണുകളെ വിശേഷിപ്പിച്ചത്. അങ്ങനെയുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി, കാണാൻ വളരെ നല്ല ഓമനത്വമുള്ള ഒരു ഇന്ത്യൻ ഗ്രാമീണ സുന്ദരി, ഇന്ത്യൻ ഗ്രാമീണ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി കുടുംബസമേതം ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ മാല വിൽപ്പന, ഈ ക്രാഫ്റ്റുകളുടെ, അലങ്കാര വസ്തുക്കളുടെ വിൽപ്പന ഒക്കെ ചെയ്തുകൊണ്ടാണ്. അവർക്ക് ഒരു ദിവസം ലാഭം, ഈ എല്ലാം വിറ്റ് തീർന്നാൽ ഒരു 300-400 രൂപ ലാഭം കിട്ടും പരമാവധി. അതുകൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അങ്ങനെ മഹാകുംഭമേള ഒരു വലിയ ഉത്സവമാണല്ലോ. അവിടെ ഇതിന് ആവശ്യക്കാർ ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് പേര് ഇത് വാങ്ങും എന്ന് വിചാരിച്ചാണ് അവർ വന്നത്. ഈ പെൺകുട്ടി കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ വിൽപ്പനയിൽ, അച്ഛനെയും അമ്മയും കുടുംബത്തെയും സഹായിച്ചുകൊണ്ട് ഈ വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്നു. അപ്പോൾ അവിടെയും അവരെത്തി, കുടുംബസമേതം എത്തി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവരിവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പക്കൽ നിന്ന് മാലയോ അലങ്കാര വസ്തുക്കളോ ഒന്നുമല്ല ആൾക്കാർ വാങ്ങുന്നത്. പകരം ഈ കുട്ടിയോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനാണ്. അതിന് വലിയ തിക്കും തിരക്കുമായി ഈ കച്ചവടം നടക്കുന്നില്ല. അച്ഛനും അമ്മയും വാസ്തവം പറഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർക്ക് വലിയ വരുമാനമൊന്നുമില്ല. വലിയ തോതിൽ അവരുടെ വരുമാനം ഇടിഞ്ഞിരിക്കുന്നു. പകരം ആൾക്കാർ ഈ കുട്ടിയെ വന്ന് കണ്ട് അതിനോടൊപ്പം നിന്ന് സെൽഫി എടുത്ത് ഈ ഇതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അത് സ്വാഭാവികമായിട്ടും അവരുടെ ഈ കച്ചവടത്തെ ബാധിച്ചു. ഈ കച്ചവടത്തെ ബാധിച്ചു കഴിഞ്ഞപ്പോൾ നിവൃത്തി കെട്ട് അച്ഛനും അമ്മയും കൂടെ ചേർന്ന് ഈ കുട്ടിയെ തിരികെ നാട്ടിലേക്ക് മടക്കി അയച്ചിരിക്കുകയാണ്. ഇൻഡോറിലെ മഹേശ്വർ ഗ്രാമത്തിലേക്ക് മടക്കി അയച്ചു. നീ ഇനി വീട്ടിൽ നിന്നാൽ മതി, നീ ഇവിടെ നിന്നാൽ ഞങ്ങളുടെ ഈ പ്രവൃത്തി കൂടെ മുടങ്ങും, ഈ ഒരു കച്ചവടവും നടക്കത്തില്ല, ഒരു വരുമാനവും കിട്ടില്ല. ഇത് നമുക്ക് അറിയാമല്ലോ, 144 വർഷത്തിലൊരിക്കലാണ് ഈ കുംഭമേള, ഈ മഹാകുംഭമേള ഇപ്പോൾ അരങ്ങേറുന്നത്. അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. 45 കോടി ഭക്തർ, തീർത്ഥാടകർ അവിടെ സ്നാനത്തിനായിട്ട് എത്തുന്നു. അപ്പോൾ വലിയ തോതിൽ അവിടെ കച്ചവടം നടക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിന് അതൊരു വലിയ അനുഗ്രഹമായി മാറും എന്ന് കണ്ടാണ് അവർ ഇൻഡോറിൽ നിന്ന്, വളരെ ദൂരമുണ്ട്, ഇൻഡോറിൽ നിന്ന് ഏതാണ്ട് ഒരു ദിവസത്തിൽ കൂടുതൽ യാത്ര ചെയ്താൽ മാത്രമേ പ്രയാഗ്രാജിൽ എത്തുള്ളൂ, അങ്ങനെ അവിടെ വന്നത്. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് അവരുടെ അനുഭവം. ഇപ്പോൾ ഈ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത ഈ സച്ചിൻ ഗുപ്തയെ പോലുള്ള ചില ആൾക്കാരൊക്കെ ഈ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് അത് വാർത്തകളും പുറത്തു വന്നു. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ ഹിന്ദി മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഈ വാർത്ത പ്രചരിക്കുന്നുണ്ട്, വൈറലായിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഹിന്ദി സിനിമകൾ കാണാറുണ്ട്, ഇഷ്ടമാണ്. ആരാണ് ഇഷ്ടനായകൻ? സൽമാൻ ഖാനാണ് ഇഷ്ടനായകൻ, സൽമാൻ്റെ ആരാധികയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ്,
പക്ഷേ സിനിമ കാണുന്നതും സിനിമയിൽ അഭിനയിക്കുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും അത് സമ്മതിക്കില്ല. ഞാൻ അവരെ ധിക്കരിച്ച് ഞാൻ ഒന്നും ചെയ്യില്ല. എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് അത്രയേറെ ഇഷ്ടമാണ്, അവരോട് എനിക്ക് അത്രയേറെ സ്നേഹമുണ്ട്. അവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോവില്ല, അവരെ സങ്കടപ്പെടുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല എന്നാണ്. ഒന്ന് ആലോചിക്കണം, ശരിയായ രീതിയിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ലാത്തൊരു കുട്ടിയാണ്. അവരുടെ കുടുംബം അങ്ങനെയാണ്, നാടോടികളാണ്. നമുക്കും അറിയാമല്ലോ, നമ്മുടെ നാട്ടിലും നാടോടികൾ ധാരാളം വന്നു പോകാറുണ്ട്. പലതരം വസ്തുക്കൾ വിൽക്കാനായിട്ട് അവർ കൊണ്ടുവരും. തേന്, അതുപോലെ ചില ആയുർവേദ മരുന്നുകൾ, പച്ചമരുന്നുകൾ, അങ്ങാടി മരുന്നുകൾ, ഇതൊക്കെ വിൽക്കാനായിട്ട് അവർ ഇവിടെ വരാറുണ്ട്. നമ്മുടെ നാട്ടിലും പലരും വരാറുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഒക്കെ വരാറുണ്ട്. അതുപോലൊരു കുടുംബമാണിതും. അപ്പോൾ ഈ കുട്ടിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കാര്യമായിട്ട് ലഭിച്ചിട്ടില്ല എന്ന് അത് തന്നെ പറയുന്നു. എന്താ പറയണ്ടേ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ തൊഴിൽ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം ഈ തൊഴിൽ ചെയ്താണ് ഞാനും ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു കുട്ടിയെ ആണ് ഈ സോഷ്യൽ മീഡിയ വൈറലാക്കി മാറ്റിയത്. അപ്പോൾ അത് പറയുന്ന തവിട്ട് നിറത്തിലുള്ള സുന്ദരി, പിങ്കള വർണ്ണമുള്ള സുന്ദരി എന്നൊക്കെയാണ് ഈ കുട്ടിയെ പലരും വിശേഷിപ്പിക്കുന്നത്. ഈ താഴെ വരുന്ന കമൻറ്റുകളിലും മറ്റും ആരും മോശമായിട്ടൊരു കമൻറ്റും ആ കുട്ടിയെക്കുറിച്ച് ഇട്ടിട്ടില്ല. ഐശ്വര്യ റായിയോട് സമാനമായ കണ്ണുകൾ, ഐശ്വര്യ റായിയുടേത് പോലുള്ള കണ്ണുകൾ എന്നുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആരും അങ്ങനെ മോശമായിട്ട് ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. തേനിൻ്റെ നിറം, അവളുടെ ശരീരത്തിലെ വർണ്ണത്തെക്കുറിച്ച് പറയുന്നത് തേനിൻ്റെ നിറം, ഒരു ബ്രൗണിഷ് കളർ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആ പെൺകുട്ടിയെ വളരെ മനോഹരമായിട്ടാണ് സോഷ്യൽ മീഡിയ അവളെ വർണ്ണിക്കുന്നത്. അല്ലാതെ മോശമായിട്ട് എന്തെങ്കിലും, സാധാരണ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഞരമ്പുകളുള്ളതാണ്. ഈ അവരൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു കമൻ്റൊക്കെ ഇടാറുണ്ട്. ഇത് കുംഭമേളയുടെ പശ്ചാത്തലമായതുകൊണ്ടായിരിക്കാം, എന്തായാലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വളരെ മാന്യമായ രീതിയിൽ ഈ കുട്ടിയുടെ സൗന്ദര്യത്തെ പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ആ സൗന്ദര്യം ഇപ്പോൾ അവർക്ക് പാരയായിരിക്കുകയാണ്, അവരുടെ അന്നം ശാപമായി. അതെ, അവരുടെ അന്നം മുടക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അച്ഛനും അമ്മയും നിവൃത്തികെട്ട് ആ കുട്ടിയെ തിരിച്ച് ഗ്രാമത്തിലേക്ക് പറഞ്ഞയച്ചു. ഇപ്പോൾ അവൾ കുംഭമേളയിലില്ല. പക്ഷേ കുംഭമേളയിലെ അവളുടെ ആ സാന്നിധ്യമുണ്ടായിരുന്ന ദിവസങ്ങൾ, അന്നത്തെ ദൃശ്യങ്ങൾ ഒക്കെ ഇന്നും ലോകത്ത് വളരെ വേഗം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത്, 15 മില്യൺ ആൾക്കാരത് കണ്ടിരിക്കുന്നു എന്നുള്ളത്. കുംഭമേള ഇത്തരത്തിലുള്ള ഒരുപാട് അത്ഭുതങ്ങളും സന്തോഷങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു മേള കൂടിയായി മാറിയിരിക്കുന്നു. ഞാൻ സങ്കടമെന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, ഇത്തരത്തിൽ ആ കുടുംബത്തിൻ്റെ ഒരു ദൈന്യത, അവരുടെ നിവൃത്തികേട്, അവർക്ക് ഇത്തരത്തിലുള്ള കച്ചവടം നടത്തി കിട്ടുന്ന വരുമാനം മാത്രമാണ് അവരുടെ ജീവിതമാർഗം. അപ്പോൾ അത് മുടങ്ങും എന്നുള്ളൊരു സാഹചര്യം വന്നു. ഇത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിലൂടെ വലിയ വരുമാനം കിട്ടുമായിരിക്കും. അവർക്ക് യൂട്യൂബിലും ഇതിലുമൊക്കെ ഇതിൻ്റെ വാർത്തകളൊക്കെ കൂടുതൽ ഓടിക്കഴിയുമ്പോൾ, ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ കൂടുതൽ പ്രചരിച്ചു കഴിയുമ്പോൾ വലിയ തോതിൽ അവർക്ക് വരുമാനം കിട്ടുമായിരിക്കും. പക്ഷേ ഈ കുട്ടിക്കോ ആ കുടുംബത്തിനോ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇപ്പോൾ എന്തായാലും കുംഭമേളയിൽ ഈ കുട്ടിയെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്, അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർ വാസ്തവത്തിൽ ഇതൊരു പരാതി കൊടുത്താലോ എന്ന് പോലും, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഹിന്ദി മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ കുട്ടിയെ കാണുന്നില്ല, അതുകൊണ്ട് ഈ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരണം എന്ന തരത്തിൽ ചില പരാതികളൊക്കെ കൊടുത്താലോ എന്ന് പോലും പലരും അങ്ങനെ ആലോചിക്കുന്നുള്ളതായിട്ടാണ് വാർത്തകൾ. എന്തായാലും കുംഭമേള നിരവധി അത്ഭുതങ്ങളും ആശ്ചര്യജനകമായ വാർത്തകളും ഒക്കെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പല അത്ഭുതങ്ങളും ജനം കുംഭമേളയിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ മൊണാലിസ ബോൺസലെയും ഒരു വലിയ താരമായി, മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ഉയർന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ്. എന്താ പറയുക, വെള്ളിത്തിരയിലെ താരം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലെ ഒരു വലിയ താരമായി മാറിയിരിക്കുകയാണ് മൊണാലിസ. ഈ കുടുംബത്തിന് എന്തെങ്കിലും സഹായം ഇതുകൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. അവരുടെ ദാരിദ്ര്യത്തെ അകറ്റാൻ, അവരുടെ അന്നെന്നുള്ള അന്നത്തിന് വകതേടി വന്നിരിക്കുന്നൊരു കുടുംബമാണ്. അത് നിവർത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു സഹായം ആ കുടുംബത്തിന് കിട്ടിയിരുന്നെങ്കിൽ അതിന് യോഗി സർക്കാർ ഉൾപ്പെടെ, ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ ഉൾപ്പെടെ അതിന് മുൻകൈ എടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. എന്തായാലും മൊണാലിസയ്ക്ക് ശോഭനമായൊരു ഭാവി ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഇത്തരത്തിലുള്ള വാർത്തകൾ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുമ്പോൾ അതിന് പുറകിലെ നമ്മൾ കാണാത്ത
തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും സഹനത്തിൻ്റെയും ഒക്കെ കഥകളുണ്ട്. ആ കഥകളും കൂടെ പുറത്തു വരണം. അതുകൊണ്ടാണ് ഈ വാർത്ത നമ്മളിപ്പോൾ ചെയ്യുന്നത്, ഈ ചർച്ച നമ്മളിങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ്. ഈ കുട്ടിക്കും ഈ കുടുംബത്തിനും അതിൻ്റേതായ ഒരു നന്മ ഇതിലൂടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം.